അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ കുറേ പേരുടെ റിക്വസ്റ്റിനനുസരിച്ച് ചെയ്തതാണ്. അപ്പോൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ടൈം ടേബിൾ വേണം സാർ പറയുന്നു. ഓരോ ചാപ്റ്റർ പഠിക്കാൻ പറയുന്നുണ്ട്. സാർ അതിൻ്റെ ലൈവ് ക്ലാസ് എടുക്കുന്നുണ്ട്. എല്ലാവരും എക്സാമിനർ എല്ലാവരും ലൈവ് ക്ലാസ് എടുക്കുന്നുണ്ട്. അതൊക്കെ കാണുന്നുണ്ട്, എല്ലാം മനസ്സിലാവുന്നുണ്ട്, ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷെ എന്നാൽ ഒരു ഡയറക്ഷൻ കിട്ടുന്നില്ല സാർ എന്ന് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ ടൈം ടേബിൾ എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? കാരണം ഇത്രയേ ഉള്ളൂ, നിങ്ങളൊന്ന് പഠിച്ച് തുടങ്ങണം. ഈ ടൈം ടേബിളിൻ്റെ പ്രശ്നം എന്താണ്? ഈ ടൈം ടേബിൾ ഞാൻ നിങ്ങൾക്ക് തരും, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ സന്തോഷം, ടൈം ടേബിൾ കിട്ടി, ഇനി ഞാൻ പഠിക്കുന്നത് വിചാരിച്ചിരിക്കും. പക്ഷേ നിങ്ങൾ പഠിച്ച് തുടങ്ങൂല. അപ്പോൾ നിങ്ങൾ പഠിച്ച് തുടങ്ങിയതിന് ശേഷമേ നിങ്ങൾക്ക് ടൈം ടേബിളിൻ്റെ യൂസ്ഫുൾനെസ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആദ്യം ഒന്ന് പഠിച്ച് തുടങ്ങുക. ലോസ് ഓഫ് മോഷൻ എന്താണ്, നമ്മുടെ മോഷൻ സ്ട്രേറ്റ് ലൈൻ, ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്താണെന്നൊരു ഫീൽ വന്നതിന് ശേഷമേ ഈ ടൈം ടേബിൾ കൊണ്ട് കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചൊരു ഡിലേ വരുത്തിയിട്ടുണ്ട് ടൈം ടേബിളിൻ്റെ കാര്യത്തിൽ. പക്ഷേ എങ്കിൽ പോലും എന്താണ്, നമ്മളൊരു പ്രോപ്പറായൊരു ടൈം ടേബിൾ മെല്ലെ ഡ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൽ ഫിസിക്സിന് ടൈം ടേബിൾ റെഡി ആയിട്ടുണ്ട്, നിങ്ങൾ എക്സാം വരെയുള്ള ടൈം ടേബിൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഫിസിക്സിന് എങ്ങനെ നിങ്ങൾ ഫിസിക്സ് പഠിച്ചെടുക്കണം, അത് ഇനിയിപ്പോൾ നിങ്ങൾ ഇന്ന് വരെ ഫിസിക്സിൻ്റെ ബുക്ക് തൊട്ട് നോക്കിയില്ല, ഒരു ചാപ്റ്ററും പഠിച്ചില്ല, നമ്മുടെ ലൈവ് ക്ലാസ് കണ്ടിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഇനിയും പഠിച്ച് നല്ലൊരു മാർക്ക് വാങ്ങാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ച് തുടങ്ങിയവരാണെങ്കിലും ഒന്നും പഠിച്ച് തുടങ്ങാത്തവരാണെങ്കിലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ വീഡിയോ വാലിഡ് ആയിരിക്കും. അപ്പോൾ ഫുൾ കാണുക. ഇനി എനിക്ക് അറിയേണ്ടത്, നിങ്ങൾക്ക് ഇതുപോലെ ബയോളജീൻ്റെയും കെമിസ്ട്രിയുടെയും മാത്സിൻ്റെയും ഒക്കെ ടൈം ടേബിൾ വേണമെങ്കിൽ നിങ്ങൾ താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞങ്ങളെ അറിയിക്കുക. അങ്ങനെ കുറേ പേർക്ക് വേണമെന്നെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യും, ടൈം ടേബിൾ ഉണ്ടാക്കി തരും. അപ്പോൾ അതിൻ്റെ PDF കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവസാനം തരും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ചെയ്യാം. എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇതുവരെ ഫിസിക്സ് തുടങ്ങിയില്ലെങ്കിൽ പോലും ഇനി തുടങ്ങാൻ സമയമായിട്ടുണ്ട്. ഇറ്റ്സ് ഹൈ ടൈം. ഇനി നമുക്ക് ഡിലേ ആക്കാൻ പറ്റില്ല. ഫിസിക്സ് മാത്രമല്ല ബാക്കിയെല്ലാം. പക്ഷേ ഇവിടെ ഞാൻ ഫിസിക്സിനെ പറ്റി സംസാരിക്കാൻ പോകുന്നത്. അപ്പം ഫിസിക്സ് തുടങ്ങിയില്ലെങ്കിൽ പോലും ഇന്ന് മുതൽ അങ്ങോട്ട് തുടങ്ങുക. ഒന്നും ആലോചിക്കണ്ട, ഇന്ന് മുതൽ തുടങ്ങുക. ടൈം ടേബിൾ ആയല്ലോ, ടൈം ടേബിൾ കിട്ടിയല്ലോ, അപ്പോൾ ഇന്ന് മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇനി സ്റ്റാർട്ട് ചെയ്താലും നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. പക്ഷേ ഇനിയും ലേറ്റ് ആക്കാൻ പറ്റില്ല. നമുക്ക് ഏതാണ്ട് ഒരു 70 ഡേയ്സ് ഉണ്ട്, ഏതാണ്ടേ ഉള്ളൂ. 70 ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഓവർ ടൈം അല്ല. നമുക്ക് ഫിസിക്സിൽ 15 ചാപ്റ്റേഴ്സ് തീർക്കാണ്ട്, അപ്പോൾ ഓവർ ടൈമൊന്നുമില്ല. എന്നാൽ വളരെ കുറവ് ടൈമും അല്ല. ഇതൊരു മോശമില്ലാത്തൊരു ടൈമാണ് തുടങ്ങാത്തവരും തുടങ്ങുക. അപ്പോൾ ഇന്നെന്താണ് സംഭവിക്കാൻ പോകുന്നതിനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതൊക്കെ പഠിക്കുന്നതിന് ഇതെല്ലാം ടൈം ടേബിളിൻ്റെ മുമ്പ് നിങ്ങൾക്ക് കുറച്ച് ഒരു ഐഡിയ വേണം, എന്നാണ് എക്സാം നടക്കുക, എന്നൊക്കെയാണ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്. അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ഫസ്റ്റ് പ്രോപ്പർ എക്സാം നമ്മുടെ കെമിസ്ട്രി എക്സാമാണ്. 7-ാം തീയതി സെപ്റ്റംബർ 7-നാണ് കെമിസ്ട്രി എക്സാം ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിന് ശേഷമാണ് ഫിസിക്സിൻ്റെ എക്സാം, അല്ലേ? ഫിസിക്സിൻ്റെ എക്സാം 13-നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ 13-ാം തീയതി വരെ നിങ്ങൾക്ക് പഠിക്കാൻ സമയമില്ല ഫിസിക്സിന്. എപ്പോൾ വരെ ഉള്ളൂ? കെമിസ്ട്രീൻ്റെ തൊട്ട് മുൻപ് വരെയുള്ളൂ. അപ്പം ഏതാണ്ട് ഒരു 4th ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ എന്ത് ചെയ്യണം, മെല്ലെ കെമിസ്ട്രി മാത്രമായിട്ട് പഠിച്ചു തുടങ്ങണം. 4th, 5th, 6th 3 ദിവസം കെമിസ്ട്രി മാത്രമേ പഠിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ മുൻപ് വരെ നിങ്ങൾക്ക് എന്താണ് ഫിസിക്സ് പഠിക്കാനും ബാക്കിയുള്ള സബ്ജക്ട്സ് പഠിക്കാനും സമയമുണ്ട്. ഒരു 3rd വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫിസിക്സ് പഠിക്കുക. അപ്പോൾ 3rd വരെ മനസ്സിൽ കണ്ടാൽ മതി. 13-ാം തീയതി എക്സാം ആണെന്ന് വിചാരിച്ച് 13th വരെ കാണരുത്, ആ മിസ്റ്റേക്ക് ഉണ്ടാക്കരുത്. അത് ഫസ്റ്റ് കാര്യം. അതിനുശേഷം അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് 3rd വരെ നിങ്ങൾക്ക് എന്താണ് ഫിസിക്സ് പഠിക്കാനുള്ള ടൈം ഉണ്ട്. പക്ഷേ പോർഷൻസ് കവർ ചെയ്യാൻ, അതായത് 3rd വരെ നിങ്ങൾക്ക് പഠിക്കാം, പക്ഷേ പോർഷൻസ് ഫുള്ളായിട്ട് സിലബസ് മൊത്തം തീർക്കാൻ നിങ്ങൾക്ക് എത്ര വരെ സമയമുള്ളൂ? 24th ഓഗസ്റ്റ് വരെ ടൈം വന്നു. അത് വരെ ഉള്ളൂ. കാരണം എന്താണ്, പോർഷൻസ് തീർന്നാൽ പഠിത്തം തീർന്നില്ല. പോർഷൻസ് തീർത്തിട്ട്, അതായത് സിലബസ് മൊത്തം പഠിച്ച് തീർത്ത് അതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാനും റിവിഷൻ ചെയ്യാനും എന്താണ് നമുക്ക് ടൈം വേണം, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. എല്ലാം പഠിച്ചു. ഇപ്പോൾ മോഷൻ സ്ട്രേറ്റ് ലൈൻ പഠിച്ചു, അതിനുശേഷം ലോസ് ഓഫ് മോഷൻ പഠിച്ചു, വർക്ക് പവർ എനർജി, സിസ്റ്റം ഓഫ് റൊട്ടേഷൻ, അങ്ങനെ ഓസിലേഷൻസ്, വേവ്സ് വരെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാവും, അയ്യോ സ്ട്രേറ്റ് ലൈനിൽ ആ സാധനം മറന്നു, ഈ സാധനം മറന്നു, അല്ലേ ലോസ് ഓഫ് മോഷനിൽ അത് മറന്നു, ഇത് മറന്നു എന്നൊക്കെ തോന്നും. അപ്പോൾ വെറുതെ പഠിച്ചാൽ പോലെ റിവൈസ് ചെയ്യണം. അപ്പോൾ റിവൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് ദിവസങ്ങൾ വേണം. അപ്പോൾ 24th ഓഗസ്റ്റിന് ഒന്നുകൂടി കാണിച്ചു തരാം എവിടെ പോയി സാധനം. അപ്പോൾ 24th ഓഗസ്റ്റിന് നിങ്ങൾ എന്ത് ചെയ്യുന്നു? 24th ഓഗസ്റ്റിന് നിങ്ങൾ ഫിസിക്സ് പഠിച്ച് തീർക്കുന്നു. എങ്ങനെയും ഫുള്ള് തീർന്നില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, പറ്റുന്ന പോലെ പറ്റുന്നത്രയും പഠിച്ച് തീർക്കുന്നു. അതിനുശേഷം റിവിഷനാണ്. എന്ന് വരെ ഇത് വീണ്ടും പ്രശ്നമാണല്ലോ. ഇനി ആ പ്രശ്നം വരില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഇനി 24th മുതൽ 3rd വരെ നമുക്ക് എന്താണ്, കംപ്ലീറ്റ് റിവിഷനാണ്. 24th മുതൽ 3rd വരെ ഏതാണ് 10 ഡേയ്സ് ഉണ്ട്, കംപ്ലീറ്റ് റിവിഷനാണ്. അപ്പോൾ ആ സമയത്ത് റിവിഷൻ മാത്രം ചെയ്യാൻ വേണ്ടു. 24th നമ്മൾ ഫിസിക്സ് അങ്ങോട്ട് നമ്മൾ എങ്ങനെയും തീർക്കാം. ഫുള്ള് തീർന്നില്ലെങ്കിൽ കുഴപ്പമില്ല, എങ്ങനെയും തീർക്കാം. ഇനി ഇതെങ്ങനെ തീർക്കും, അതാണ് ചോദ്യം. എങ്ങനെ തീർക്കും? 2 വഴികളുണ്ട് തീർക്കാൻ. ഒന്ന്, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. 24th വരെ സമയമുണ്ട്. നിങ്ങളൊന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന സമയം മൊത്തം പഠിച്ചാൽ തീരാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഓരോ ദിവസവും കുറേ ടൈം ഉണ്ട് കയ്യിൽ, അല്ലേ?
കുറേ ടൈമുണ്ട്. ഇപ്പോൾ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അതൊക്കെ കഴിഞ്ഞാലും എന്താണ് സമയമുണ്ട്. നിങ്ങൾക്ക് PUBG കളിക്കാനൊക്കെ സമയമുണ്ടെന്ന് എനിക്കറിയപ്പെടും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, പഠിക്കാൻ സമയമുണ്ട്. ആ സമയം മൊത്തം കൂടി പഠിക്കുക. അത് ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സ് പഠിക്കുക, കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രി പഠിക്കുക, ബയോളജി എന്ത് പഠിച്ചാലും അവസാനം എന്താണ്, തീർന്നോളും. ഫുൾ ടൈം പഠിക്കുകയാണെങ്കിൽ. ഓക്കെ, ഭക്ഷണം കഴിക്കുക, കുറച്ച് നേരം യൂറോ കപ്പ് കാണുക, ബാക്കിയുള്ള സമയം കുറച്ച് നേരം എന്താണ് സ്കൂളിലെ കാര്യങ്ങളൊക്കെ ചെയ്യുക, ബാക്കി സമയം പഠിക്കുക. അങ്ങനെ പഠിച്ചു തീർന്നാൽ എന്താണ്, ഒബ്വിയസ്ലി തീർന്നോളും. എന്നാൽ അത് ചിലവർക്ക് എന്താണ് അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. സാർ അങ്ങനെ ഒന്ന് പറഞ്ഞാൽ ഞങ്ങൾ പഠിക്കൂല, അങ്ങനെ ശരിയാവില്ല സാർ, ഒരു ടൈം ടേബിൾ ഇതാ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിയൊരു ടൈം ടേബിളാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, ഒരു സിമ്പിൾ ടൈം ടേബിളാണ്, വളരെ സിമ്പിൾ സ്ട്രക്ചറാണ് ഇതിനുള്ളത്, പക്ഷേ വർക്ക് ചെയ്യുന്ന ടൈം ടേബിളാണ്. അപ്പോൾ ടൈം ടേബിൾ ജസ്റ്റ് നിങ്ങൾ നോക്കുക. ഇതിന് PDF ഞാൻ തരും. അപ്പോൾ ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് കഷ്ടപ്പെടേണ്ട, കംപ്ലീറ്റ് PDF ഞാൻ തരാം. അപ്പം സ്ക്രീൻഷോട്ട് എടുക്കണ്ട കേട്ടോ, ജസ്റ്റ് മനസ്സിലാക്കുക. എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ചാപ്റ്റേഴ്സിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഓർഡർ കൊടുത്തിട്ടുണ്ട്, അടുത്ത സ്ലൈഡിന് ബാക്കിയുണ്ട്. അപ്പോൾ അങ്ങനെ അവസാനം വേവ്സ് വരെയുള്ള ചാപ്റ്റേഴ്സ് ഇതിലുണ്ട്. ഇനി ആ ചാപ്റ്റേഴ്സ്, ഓരോ ചാപ്റ്റേഴ്സിനും ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ എന്നാ വീഡിയോ കാണുന്നത് എനിക്ക് കറക്റ്റായിട്ടില്ല, പക്ഷേ 1 ജൂലൈ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര സമയം ഉണ്ടെന്നാണ് കറക്റ്റായിട്ട് കൊടുത്തത്. അപ്പോൾ 1 ജൂലൈ മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പോൾ 2 ജൂലൈ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, കുറച്ച് അങ്ങോട്ടും കൊണ്ടുവരാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓരോ ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി എത്ര ഡേയ്സ് കറക്റ്റായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാകുന്നൊരു മിസ്റ്റേക്ക്, 1st ചാപ്റ്റർ ഫിസിക്കൽ വേൾഡ് കുറേ പഠിക്കാനുണ്ടാവും അല്ലേ, അങ്ങനെയാണ് ഞാനൊരു കറക്റ്റായിട്ട് ഫുള്ള് പഠിച്ചെടുക്കും, ഫോക്കസ് ചെയ്ത് മൊത്തം ഒരു 3 ദിവസം കൊണ്ട് പഠിച്ചെടുക്കും വിചാരിക്കും. ഇങ്ങനെ എല്ലാവരും ചെയ്യാം. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, അത് ഞാൻ ഭയങ്കര അതിനേക്കാളും നന്നായിട്ട് പഠിക്കും, ഞാൻ 4 ദിവസം എടുത്ത് പഠിക്കും. അങ്ങനെ മോഷണൽ സ്ട്രൈറ്റ് ലൈൻ ഞാൻ കറക്റ്റായിട്ട് എല്ലാം പഠിക്കും. അങ്ങനെ ഞാൻ ഇതൊരു 5 ദിവസം എടുത്ത് പഠിക്കും. ഇങ്ങനെ പഠിച്ചാലുള്ള കുഴപ്പം എന്താണ്, അവസാനമാകുമ്പോൾ നിങ്ങൾ തീരില്ല. കാരണം ഒരു പ്രശ്നം എന്താ പറയുക, ഫിസിക്സിൽ പ്രത്യേകിച്ചുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഈ താഴെ കാണുന്ന ഈ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഇവന്മാരാണ് ഏറ്റവും ഭീകരന്മാർ. നമ്മുടെ തെർമോഡൈനാമിക്സ്, കൈനറ്റിക് തിയറി, ഓസിലേഷൻസ്, വേവ്സ് കുറച്ച് പ്രശ്നക്കാരാണ്. അപ്പോൾ ഞങ്ങൾ എടുത്തുതരും, പേടിക്കണ്ട. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് എടുത്തുതരും, നല്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. പക്ഷേ എങ്കിൽ പോലും എന്താണ്, നിങ്ങൾ ആദ്യം കുറേ ആവശ്യമില്ലാണ്ട് സമയം കളഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലായി, നമ്മൾ 4 days 3 days 4 days ഒക്കെ തന്നിട്ടുണ്ട്, ഇടയ്ക്ക് 6 days തന്നിട്ടുണ്ട്. അപ്പോൾ ആ 6 days ഒന്നും നിങ്ങൾക്ക് കിട്ടൂല, മനസ്സിലായോ? ഇവിടെ 1 day 2 day എന്ന് പറഞ്ഞാൽ നിങ്ങൾ 3-4 day പഠിച്ചാൽ അവസാനം ഇവിടെ എത്തുമ്പോൾ എന്താ, ഇവിടെ 1 day 2 day ഉണ്ടാവുള്ളൂ. 1 day 2 day 3 day കൊണ്ട് തീർക്കേണ്ടി വരും. അപ്പോൾ പ്രശ്നമായി. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് എന്താ ചെയ്യുക, ഈ ഡേയ്സ് കൊടുത്ത് അതേപോലെ തന്നെ ഫോളോ ചെയ്യുക. അതാണ് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് 2 days ഉള്ളൂ. 2 days കൊണ്ട് പഠിക്കാൻ പറ്റുന്ന മതി, ബാക്കി നമുക്ക് നോക്കാം. എക്സാം ടൈമിൽ റിവിഷൻ ഞങ്ങൾ ചെയ്യും, അപ്പം നോക്കാം. നമ്മുടെ മോഷണൽ സ്ട്രൈറ്റിലും 3 days കൊണ്ട് പഠിക്കുന്ന മതി. 3 days മാക്സിമം ട്രൈ ചെയ്യാൻ മതി, അത്രയും മതി പഠിച്ചാൽ. അതേപോലെ നമ്മുടെ സിസ്റ്റം ഓഫ് റൊട്ടേഷൻ, പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ നിങ്ങൾക്ക് 5 ദിവസം വേണം. അപ്പോൾ 5 ദിവസം തന്നെ ഇരുന്ന് പഠിക്കുക. അത് 4 ദിവസത്തിൽ നിങ്ങൾക്ക് തീർക്കാൻ പറ്റുകയാണെങ്കിൽ 4 ദിവസം കൊണ്ട് തീർക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ 5 ദിവസം വേണ്ടി വരും. 5 ദിവസം വേണ്ടി വരും. അപ്പോൾ ആ ഒരു സംഭവം, ഒരു ഗൈഡൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്ലൂയിഡ്സ് ഒക്കെ കുറച്ച് അധികം ഉണ്ടാവുകൊണ്ട് 6 ദിവസം കൊടുത്ത് അവസാനത്തെ ചാപ്റ്റേഴ്സ് നോക്കിയാൽ അറിയാമല്ലേ, 4, 4, 3, 4. അപ്പോൾ കുറച്ച് അധികം ഉണ്ട്. ഇവിടെ കുറച്ച് കുറവ് ദിവസമുള്ളൂ, 1, 2, 3, 4 അങ്ങനെയുള്ളൂ. അപ്പോൾ അവസാനം നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റേഴ്സാണ്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവസാനം എന്തായാലും സമയം വേണം. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടാക്കാം. ഓക്കെ, ഇതെന്താണ്, ഇതെങ്ങനെയാണ് ഇന്ന് മുതലാണ് അല്ലെങ്കിൽ നാളെ മുതലാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി പലരും ഇതിൽ കേൾക്കുന്നവർ എവിടെയായിരുന്നു, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലല്ലായിരിക്കും. ചിലവർ മിക്ക ആൾക്കാരും എങ്ങനെയായിരിക്കും, ഇത്രയും ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ, 3rd ചാപ്റ്റർ വരെ ഞങ്ങൾ കഴിഞ്ഞു സാർ, 4th ചാപ്റ്റർ മുതൽ എനിക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം മുതൽ വീണ്ടും പഠിച്ചോളൂ. വേണ്ട, നിങ്ങളിനി വീണ്ടും ആദ്യം മുതൽ പഠിച്ചോളൂ. നിങ്ങൾ ഇവരെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്, നിങ്ങൾ ഇവിടെ മുതൽ കൺസിഡർ ചെയ്യുന്നതാണ് ടൈം ടേബിൾ. ഇവിടെ വരെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞെങ്കിൽ നിങ്ങൾ 4th ചാപ്റ്റർ മുതൽ ടൈം ടേബിൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങളുടെ ഫസ്റ്റ് ഇപ്പോൾ ഇതെന്താണ്, ഈ മോഷനെ പ്ലെയിൻ ആയിരിക്കും നിങ്ങൾ 1 ജൂലൈ പഠിക്കുക. ഓക്കെ, ഇത് വീണ്ടും പോകുന്നു, ഇന്നും വല്ല എന്തോ ഒരു ഫണ്ണി ബിഹേവിയറാണ്. ഓക്കെ, മോഷനെ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും നിങ്ങൾ 1 ജൂലൈ പഠിക്കുക. അപ്പോൾ 1 ജൂലൈ 2nd ജൂലൈ 3rd ജൂലൈ നിങ്ങൾ എന്ത് ചെയ്യുക, മോഷനെ പ്ലെയിൻ പഠിക്കുക. അതിനുശേഷം എന്താണ്, ഇപ്പോൾ 3rd ജൂലൈ കഴിഞ്ഞു, അടുത്ത 4th ജൂലൈ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മോസ് ഓഫ് മോഷൻ പഠിക്കുക. 4th 5th 6th 7th 4 ദിവസം കഴിയുമ്പോൾ മോസ് ഓഫ് മോഷൻ തീർക്കുക. അപ്പോൾ അങ്ങനെ തീർക്കുമ്പോൾ എന്താണ്, നിങ്ങൾ നേരത്തെ തീരും. ഓക്കെ, ഇന്ന് മുതൽ ഇന്നോ 4 മുതൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നവർ 24th ഓഗസ്റ്റിനാണ് തീരാൻ പോകുന്നത്. ഓൾറെഡി കുറച്ച് ചാപ്റ്റേഴ്സ് കഴിഞ്ഞവർ ഒബ്വിയസ്ലി എന്നാണ് 24th അല്ല, കുറച്ചുകൂടി നേരത്തെ തീരും. ആ നേരത്തെ തീർന്നാൽ നിങ്ങൾക്ക് എന്താ ഗുണം, നിങ്ങൾക്ക് ആ സമയത്ത് റിവിഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ലേറ്റായി ഇപ്പോൾ ഓൾറെഡി പഠിച്ച് വെച്ചവരും എന്ത് ചെയ്യുക, ഇപ്പോൾ ഇവിടെ വരെ പഠിച്ചു, ലോസ് ഓഫ് മോഷൻ വരെ ഞാൻ പഠിച്ചു. നമ്മുടെ ലൈവ് ക്ലാസ് ഓൾറെഡി സിസ്റ്റം ഓഫ് റൊട്ടേഷൻ ഓഫ് പാർട്ടിക്കിൾസ് കഴിഞ്ഞു. അപ്പോൾ അത് പോട്ടെ, ലോസ് ഓഫ് മോഷൻ വരെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ ഈ കൊടുത്തിരിക്കുന്ന ഡേറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. കാരണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നേരത്തെ തീർക്കും. എന്നിട്ട് വേണമെങ്കിൽ ഇതൊക്കെ റിവൈസ് ചെയ്യാൻ പറ്റും. ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ട്, റിവൈസ് ചെയ്യാൻ സമയം ഉണ്ടാവും. ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും റിവൈസ് ചെയ്യാൻ സമയം കിട്ടും. റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങൾ ഓൾറെഡി കുറേ കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ചില്ല് ചെയ്തിരിക്കരുത്.
കാരണം നേരത്തെ പഠിച്ച് തീർത്താൽ എന്താണ് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം, മൊത്തത്തിൽ ഒന്ന് റിവൈസ് ചെയ്യാനുള്ള കുറച്ച് എക്സ്ട്രാ ടൈം കിട്ടും, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2-3 കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്, ഇതിൻ്റെ PDF ഞാൻ തരും, പക്ഷേ ഈ ഡേറ്റ്സ് ആർക്കേ വാലിഡ് ആവുള്ളൂ, ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നോ അല്ലെ നാളെ സ്റ്റാർട്ട് ചെയ്യുന്നോ അല്ലെ അടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്ക് ഈ ഡേറ്റ്സ് കറക്റ്റായിട്ട് വാലിഡ് ആവുള്ളൂ. ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന, ഇടയ്ക്ക് വെച്ച് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ലോസ് ഓഫ് മോഷൻ വരെ തീർത്തുവെങ്കിൽ നിങ്ങൾക്ക് ഈ ഡേറ്റ്സ് വാലിഡ് ആവില്ല. കാരണം നിങ്ങൾ ഇന്ന് 1 ജൂലൈയിലായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ സംഭവം കൺസിഡർ ചെയ്യേണ്ട. ഓക്കെ, സ്റ്റാർട്ട് ഡേറ്റ് എൻഡ് ഡേറ്റ് കൺസിഡർ ചെയ്യേണ്ട, നിങ്ങൾ ഇത് മാത്രം കൺസിഡർ ചെയ്യുക. ഓക്കെ, 4 days 5 days 5 days 3 days. എന്നിട്ട് നിങ്ങളൊരു ഞാനിതിൻ്റെ PDF വരും, പക്ഷേ നിങ്ങളുടെ നോട്ട്ബുക്കിൽ നല്ല ഭംഗിയിൽ ഒരു ടൈം ടേബിൾ അങ്ങോട്ട് ഉണ്ടാക്കാം. ഓക്കെ, ഞാൻ വരച്ചതെന്ന് വെച്ചിട്ട് നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാക്കാം. എങ്ങനെയാണ് ടൈം ടേബിൾ ഉണ്ടാവേണ്ടത്? ചാപ്റ്റർ ഫിസിക്സിൻ്റെ ആണ് പറയുന്നത്, ചാപ്റ്റർ, അതുപോലെ എന്താണ് ഡേയ്സ് റിക്വയർഡ്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഡേറ്റ് കൊടുക്കുക. നിങ്ങളുടെ സ്റ്റാർട്ട് ഡേറ്റ് നിങ്ങളുടെ എൻഡ് ഡേറ്റ് കൊടുക്കുക. ഓക്കെ, ഇത്രയും സാധനം കൊടുക്കുക. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യണം? ചാപ്റ്ററിൻ്റെ പേര് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ലോസ് ഓഫ് മോഷനിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 5th ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ, ഞാൻ ഡേയ്സ് എത്രയാണ് കൊടുത്തിട്ടുണ്ട് അത് തന്നെ ഇവിടെ 4 days ആണ് ഞാൻ കൊടുത്തതെങ്കിൽ 4 days കൊടുക്കുക. എന്നിട്ട് ഇന്നത്തെ ഡേറ്റ് 1 ജൂലൈ 2 ജൂലൈ 3 ജൂലൈ 4 ജൂലൈ. ഓക്കെ, 1 2 3 4 4 ദിവസമായി. അപ്പോൾ 4th ജൂലൈയിൽ ഞാൻ എന്ത് ചെയ്യും? 4th ജൂലൈ ഞാൻ എന്ത് തീരുമാനിക്കാം. അതിനുശേഷം അടുത്ത ചാപ്റ്റർ ചെയ്താൽ നോക്കുക, നമ്മുടെ വർക്ക് എനർജി പവർ. അതിന് ഞാൻ എത്ര ഡേയ്സാണ് കൊടുത്തത് നോക്കുക. 3 days ആണ്, 3 days. അതിൻ്റെ സ്റ്റാർട്ട് ഡേറ്റ് എന്തായിരിക്കും? 4th തീർത്തു, 5th സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ 5th 6th 7th 3 ദിവസം. അപ്പോൾ 7th ഞാൻ എന്ത് ചെയ്തു? അപ്പോൾ ഈ ഒരു രീതിയിൽ എന്തൊക്കെ പറ്റിപ്പോയി, അത് കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. എന്ത് നോക്കിയിട്ട്? ഈ ഡേയ്സ് നോക്കിയിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ അവസാനം ലേറ്റായിട്ട് തുടങ്ങുന്നത്, ഇപ്പോൾ ലേറ്റായിട്ട് തുടങ്ങുന്നത് ഓൾറെഡി കഴിഞ്ഞ ആൾക്കാരുണ്ടാവില്ല, ഇതുവരെയൊക്കെ കഴിഞ്ഞ ആൾക്കാർ 24th ഓഗസ്റ്റിനല്ല തീരുക. അവർ ചിലപ്പോൾ ഒരു 14th ഓഗസ്റ്റിനോ അല്ലെ 16th ഓഗസ്റ്റിനോ അല്ല അതിൻ്റെ മുൻപ് തീർക്കും. അപ്പോൾ അങ്ങനെ തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഗുണം എന്താണ്? നിങ്ങൾ വീണ്ടും റിവിഷൻ ചെയ്യാം. വീണ്ടും തീർത്തിയില്ല നമ്മൾ, അപ്പോൾ വീണ്ടും റിവിഷൻ ചെയ്യാം. അപ്പോൾ ആ റിവിഷൻ സമയം നമുക്ക് എന്താണ് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് പരിപാടി എന്താണ് വളരെ എളുപ്പമായിട്ട് പോകും. ഓക്കെ, അപ്പോൾ അതാണ് ലോജിക്ക്, വളരെ സിമ്പിൾ ലോജിക്കാണ്. ഇതിൻ്റെ PDF തരും. ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നോ നാളെ സ്റ്റാർട്ട് ചെയ്യുന്നവർ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് PDF അതേപോലെ ഫോളോ ചെയ്യുക. അതല്ലാത്തവർ എന്ത് ചെയ്യുക? ആ സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ മോഡിഫൈ ചെയ്ത് പേപ്പറിൽ എഴുതി വെക്കുക, ഒരു നോട്ട്ബുക്കിൽ നല്ല വൃത്തിയായിട്ട് എഴുതി വെക്കുക, കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഫോളോ ചെയ്യാണ്ട് കാര്യമില്ല. അപ്പോൾ പറ്റുന്ന പോലെ കറക്റ്റ് ഇത് 4 days പകരം ഇപ്പോൾ 5 days എടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവിടെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം, നല്ല അവസാനം കറക്റ്റായിട്ട് തീരുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ പഠിക്കുക, അങ്ങനെയാണ് നല്ല മാർക്കേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ തീർക്കാനും പറ്റും, റിവിഷൻ ചെയ്യാൻ പറ്റും. ഇനി ഒരു കാര്യം ആലോചിക്കേണ്ടത്, നമ്മുടെ ലൈവ് ക്ലാസ്സിൻ്റെ പേസും നിങ്ങളുടെ പേസും ഏതാണ്ട് മാച്ചായി പോകും. ഓക്കെ, നമ്മുടെ ലൈവ് ക്ലാസ്സും ഏതാണ്ട് നമ്മളെപ്പോൾ തീർക്കും? ഈ 24th ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോൾ നമ്മൾ അതിന് മുമ്പ് എന്തായാലും തീർക്കും. ഏത് ഫസ്റ്റ് ടൈം. ഇനി അതിന് ശേഷം കംപ്ലീറ്റ് റിവിഷൻ ഉണ്ടാവും. ഈ എടുത്ത സാധനങ്ങൾ കംപ്ലീറ്റ് നമ്മൾ യൂട്യൂബിലെടുത്ത് റിവൈസ് ചെയ്യും. എല്ലാവരും ഫിസിക്സും കെമിസ്ട്രി മാത്സും എല്ലാവരും നമ്മൾ കംപ്ലീറ്റ് റിവൈസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഏതാണ്ട് ഈ പേസിലായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പം ഓൾറെഡി കുറച്ച് ചാപ്റ്റേഴ്സ് കഴിഞ്ഞവരെന്ത് ചെയ്യുക? നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ. നിങ്ങൾ ലൈവ് ക്ലാസ് നോക്കിയിരിക്കേണ്ട. നിങ്ങളെന്താ നിങ്ങളുടെ രീതിയിൽ പഠിക്കുക. ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടോ, ആപ്പിലുള്ള സ്റ്റുഡൻസ് ആപ്പിലുള്ള ക്ലാസ്സസ് മൊത്തം ഉണ്ടല്ലോ, അത് കണ്ട് പഠിക്കുക. ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ മതി കേട്ടോ, അതിൽ സംശയമില്ലേ. അപ്പോൾ ആപ്പിലെ ക്ലാസ്സസ് കണ്ട് പഠിക്കുക. നിങ്ങൾ വേറെ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ സ്കൂളിൽ മാത്രമേ പോകുന്നെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ആപ്പിൽ ജോയിൻ ചെയ്യാത്തൊരു കുഴപ്പമൊന്നുമില്ല. ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കുക. സ്കൂളിലെ നോട്ട്സ് എന്തെങ്കിലും അത് നോക്കി പോയി പഠിച്ചോ അങ്ങോട്ട്. ലൈവ് ക്ലാസ് വരും. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഗുണം? നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇവിടെ എത്തി വിചാരിക്കുക, ഫ്ലൂയിഡ്സ് എത്തി. നമ്മുടെ ലൈവ് ക്ലാസ്സിൽ സോളിഡ്സ് എത്തിയുള്ളൂ. അപ്പോൾ ഫ്ലൂയിഡ്സ് എത്തി, നിങ്ങൾ സോളിഡ്സും കഴിഞ്ഞ് നിങ്ങൾ ഇരിക്കുന്ന ആൾക്ക് ലൈവ് ക്ലാസ്സും കൂടി വന്നിരുന്നാൽ നിങ്ങൾക്ക് റിവിഷൻ അവിടെ ആയി. ഓക്കെ, റിവിഷൻ അവിടെ ആയി, പിന്നെ റിവൈസ് ചെയ്യേണ്ട ആവശ്യം പോലില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോവുക, ഈ ഡേയ്സ് അനുസരിച്ച് അങ്ങോട്ട് പോവുക. ലൈവ് ക്ലാസ് കൂടെ വന്നോളൂ, അത് തീർത്തോളും. പക്ഷേ നിങ്ങളെന്താ അത് നോക്കിയിരിക്കേണ്ട. നിങ്ങൾ അതിന് കറക്റ്റായി വന്നിരിക്കുക. പക്ഷേ നിങ്ങളുടെ പേസിലും കൂടെ പോവുക. ഈ പേസിലും കൂടെ പോയാൽ കറക്റ്റായിട്ട് തീരും. അവസാനം റിവിഷനൊക്കെ കുറേ റിവിഷൻ കൂടി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടുള്ളൂ. ഒരു സംശയമില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നല്ല അടിപൊളിയായിട്ട് പഠിച്ചു. ആ ടൈം ടേബിൾ ഞാൻ തന്നു. ഇനിയിപ്പോൾ ആരും ടൈം ടേബിൾ ഇല്ല സാർ, അതില്ല എന്ന് പറഞ്ഞതിനടുത്ത് വരരുത്. കറക്റ്റായിട്ട് ടൈം ടേബിൾ തന്നു. അപ്പം പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ബാക്കി ടൈം ടേബിൾ വേണ്ടവർ ഫിസിക്സ് അല്ല, ഫിസിക്സ് ഞാൻ തന്നു, കെമിസ്ട്രി, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ് അവിടെ നിൽക്കട്ടെ, നമുക്ക് മാത്സ്, ഇത്രയും സബ്ജക്റ്റിന് ടൈം ടേബിൾസ് വേണ്ടവർ വേണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ ഞങ്ങൾ തരും. കാരണം ഇത് എളുപ്പപ്പണിയല്ല അങ്ങനെ ഉണ്ടാക്കൽ, നിങ്ങൾക്ക് എല്ലാവർക്കും തരില്ലേ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെന്താ എല്ലാവർക്കും തരും. ഓക്കെ, അപ്പോൾ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഇല്ലത്. വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ക്ലാസ് ഒന്നുമല്ലോ, അപ്പോൾ ഷെയർ ചെയ്യുന്നതിന് മടിയൊന്നുമില്ല, ക്ലാസ് ഷെയർ ചെയ്യാൻ എല്ലാവർക്കും മടി. എന്തോ സാർ ബാക്കിയുള്ളവർ ഞങ്ങൾ പഠിപ്പിച്ചാന്ന് വിചാരിക്കും. അതൊന്നും ആലോചിക്കണം. നിങ്ങളെന്തിനൊക്കെ ആലോചിക്കുന്നത്? എല്ലാവർക്കും ഇപ്പോൾ പഠിക്കണം.
എല്ലാവർക്കും മാർക്ക് വേണം, ആർക്കും ഒരു കാര്യം അറിയില്ല. ലൈവ് ക്ലാസ്സിന് വരുമ്പോൾ ആൻസർ കാണുമ്പോൾ എനിക്കത് മനസ്സിലാകുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യും, ഒരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തായാലും കഷ്ടപ്പെട്ട് ഓരോ ടീച്ചേഴ്സും നിന്നാണ് കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ ക്ലാസ് എടുത്തിരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അങ്ങനെയാണ് ഞങ്ങൾ കൂടുതൽ ക്ലാസ്സിൽ എടുത്തുതരും. വീണ്ടും റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് എല്ലായിടത്തും അറിയിക്കണം. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഡ്യൂട്ടി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ പറയുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. കാരണം എക്സാം ടൈം ആകുമെങ്കിൽ ഇപ്പോൾ ആരും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, പോട്ടെ, നിങ്ങളുടെ ഫ്രണ്ട്സ് ചിലപ്പോൾ കാണാൻ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ എക്സാം ടൈം ആകുമ്പോൾ അവർ കാണുമല്ലോ, അപ്പോൾ ഒന്നും മിസ്സാവരുത്. ഓക്കെ, എല്ലാ സാധനവും കറക്റ്റായിട്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്ക് അറിയും നിങ്ങൾക്ക് സാധനം കാണുന്നൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെന്നൊക്കെ. അപ്പോൾ അതൊക്കെ ചെയ്യുക, നല്ലോണം പഠിക്കുക. അപ്പോൾ അവസാനം എനിക്ക് പറയാനുള്ളത്, ടൈം ടേബിൾ കാര്യങ്ങളൊക്കെ തന്നു ശരിയാണ്. പക്ഷെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കണം എന്നറിയോ? നിങ്ങളുടെ മൈൻഡ് സെറ്റ് എനിക്ക് എത്ര ടൈം കിട്ടുന്നോ അത്രയും ടൈം ഞാൻ പഠിക്കും. ആ ഒരു രീതിയിൽ മൈൻഡ് സെറ്റ് ആണെങ്കിൽ പിന്നെ ടൈം ടേബിളിൻ്റെ ആവശ്യം പോലില്ല. ടൈം ടേബിളൊക്കെ അങ്ങനെ പോയിക്കോളും, ടൈം ടേബിളിനേക്കാൾ മുമ്പിൽ നിങ്ങൾ പോയിക്കോളും. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഇനിയെങ്കിലും, ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുന്ന മൈൻഡ് സെറ്റ് ഇങ്ങനെ ആവണമെന്ന് പറയില്ല, എപ്പോഴും ഞാൻ പഠിക്കും അങ്ങനെയൊന്നും ആവണം. എല്ലാവരും അങ്ങനെ അല്ലാന്നും എനിക്കറിയാം, ആർക്കും അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ലാന്ന് എനിക്കറിയാം. പക്ഷേ എന്തായാലും ഒരു 2 മാസം ഉണ്ട് നമുക്ക് പഠിക്കാൻ. 2 മാസം പ്രോപ്പറായിട്ട് പഠിച്ചാൽ +1 ഒരു നല്ല മാർക്ക് തന്നെ കിട്ടും. ഓക്കെ, അത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങളുണ്ട്. ഞങ്ങൾ കംപ്ലീറ്റ് സാധനം നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്, അല്ലേ? ഇങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് തരുന്നത്, ഞാൻ വായിൽ വെച്ച് കഴിച്ചോ എന്ന് പറഞ്ഞ് തരുന്നത്, അത്രയും ചെയ്തിരുന്നുണ്ട്. ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇതുവരെ ഒരു +1 ബാച്ചിന് കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ തരുന്ന സ്ഥിതിക്കുന്നതാണ് നിങ്ങളുടെ സൈഡിൽ നിന്ന് 2 മാസം കുറച്ച് കഷ്ടപ്പെട്ടാൽ +1 സെറ്റായി. ഓക്കെ, സെറ്റായി എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഈ മാർക്സ് വാങ്ങണ്ട, അതുകൊണ്ട് ഒരു കാര്യമില്ല എന്ന് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാർക്സ്. ജീവിതത്തിൽ മൊത്തം നിങ്ങൾ കൊണ്ട് നടക്കേണ്ട കാര്യമായിരിക്കും നിങ്ങളുടെ +1 +2 മാർക്സ്, ഒരു സംശയമില്ല. അന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല. നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഹോബീസ്, ഡാൻസ്, പാട്ട്, പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള സമയവും PUBG കളി ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ മാർക്കും ഇമ്പോർട്ടൻ്റ് തന്നെയായിരിക്കും. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങളുടെ മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾക്കൊരു നല്ലൊരു ചാൻസ് ഞങ്ങളും തരുന്നുണ്ട്. ഓക്കെ, എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട്, ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. അപ്പം നിങ്ങളുടെ പാർട്ട് 2 മാസം കഷ്ടപ്പെടുക, അങ്ങനെയാണ് എന്താണ് ജീവിതം നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം. ഓക്കെ, അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, എല്ലാവർക്കും അറിയിക്കുക. ടൈം ടേബിളിൻ്റെ PDF ഈ ഡിസ്ക്രിപ്ഷനിലിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ സാധനം ഉണ്ടാവും. ആപ്പ് ഡൗൺലോഡ് ചെയ്തൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. കാരണം കുറേ സാധനം എക്സാം ഷീറ്റും കാര്യങ്ങളൊക്കെ ആപ്പിൽ ഫ്രീ ഉണ്ട്. അപ്പോൾ അതൊന്നും അറിയാത്തവർക്ക് ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. എക്സാം ഷീറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് എക്സാം കോർണറിൽ പോവുക. ഓക്കെ, എക്സാം കോർണർ എന്ന് പറഞ്ഞൊരു സാധനം കാണാം ഹോം സ്ക്രീനിൽ. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ പോയ ഓരോ സബ്ജക്റ്റ് കാണും. ഓരോ സബ്ജക്റ്റിനുള്ളിൽ ഓരോ ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ആ ചാപ്റ്റേഴ്സിനുള്ളിൽ എക്സാം ഷീറ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അത് എല്ലാവർക്കും ഫ്രീ ആണ് കേട്ടോ, എല്ലാവർക്കും ഫ്രീ ആണ്. കുറേ കഷ്ടപ്പെട്ട് നമ്മൾ ടീച്ചേഴ്സ് ഉണ്ടാക്കിയ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ബാങ്കാണ്. കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ഏരിയ ബേസ്ഡ് പരീക്ഷയിൽ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 100% എക്സാമിൽ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ് അതിൽ കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ്ലി എല്ലാവർക്കും ഫ്രീ ആക്കിയിട്ടുണ്ട്. അത് പോയി ഡൗൺലോഡ് ചെയ്ത് ചെയ്യാം. ഓരോ ചാപ്റ്റർ പഠിച്ചതിന് ശേഷം ഡൗൺലോഡ് ചെയ്താൽ. ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ, അപ്പോൾ ടൈം ടേബിളിൻ്റെ കാര്യം എല്ലാ കാര്യം കഴിഞ്ഞു. ഇതുപോലത്തെ ടൈം ടേബിൾ ബാക്കി സബ്ജക്റ്റിന് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. വേറെ എന്തെങ്കിലും സ്ട്രാറ്റജിയോ, ഫിസിക്സ് എങ്ങനെ പഠിക്കണം, ഓരോ ചാപ്റ്ററും എങ്ങനെ പഠിക്കണം, എന്തൊക്കെ ചോദ്യങ്ങളാണ് വരിക എന്നുള്ള അങ്ങനത്തെ എന്തെങ്കിലും വീഡിയോസ് വേണം, അതും കമൻറ്റ് ചെയ്യുക, ഞങ്ങൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലായിടത്തും പറയാം. ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ കിട്ടും, ഒരു സംശയമില്ല. ഓൾ ദി ബെസ്റ്റ്.